ഹലോ, മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബ്രൗണിയാണ്. ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന ബ്രൗണിയുടെ റെസിപ്പിയാണ്. അതിൻ്റെ എല്ലാ മെഷർമെൻറ്റ്സും കറക്റ്റായി എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റായ ച്യൂയിയായ ചോക്ലേറ്റി ബ്രൗണി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിനായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക. 1 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, 1/2 കപ്പ് കോമ്പൗണ്ട് ചോക്ലേറ്റ്, ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്, 1/4 കപ്പ് ഡാർക്ക് കൊക്കോ പൗഡർ, 2 രൂപയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, 1 ടേബിൾ സ്പൂൺ ബുഷിൻ്റെ വാനില എസൻസ്, 100 ഗ്രാമിൻ്റെ അമൂൽ ബട്ടറാണ്, അൺസോൾട്ടഡ് ആണ്, റൂം ടെമ്പറേച്ചറിൽ ഉള്ളതാണ്, 2 കോഴിമുട്ട, 3/4 കപ്പ് മൈദ, എലൈറ്റിൻ്റെ മൈദയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, 1 പിഞ്ച് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചതിന് ശേഷം ഒരു വലിയ ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോമ്പൗണ്ട് ചോക്ലേറ്റ് 1/2 കപ്പ് ചേർക്കുക. അതിട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ മുഴുവനായി ചേർക്കാവുന്നതാണ്. ഇവ രണ്ടും കൂടെ ഒരു സ്പാച്ചുല വെച്ച് ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതേ സമയം നമ്മൾക്ക് കിച്ചണിൽ ചെന്ന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് തിളപ്പിക്കാനായി വയ്ക്കാം. ഇത് നമുക്ക് ഈ ബട്ടറും ചോക്ലേറ്റും ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാനുള്ളതാണ്. അതിനായിട്ട് നമുക്ക് കിച്ചണിലേക്ക് പോകാം. പാത്രത്തിൽ വെച്ചിരിക്കുന്ന വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ് ബൗൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് മെൽറ്റ് ചെയ്യാനായി അനുവദിക്കാം. നല്ല രീതിയിൽ മെൽറ്റ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പാച്ചുല വെച്ച് പതുക്കെ ഇളക്കിയാൽ മതി. അന്നേരം ചോക്ലേറ്റും ബട്ടറും മെൽറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഈ സമയത്ത് തന്നെ നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിക്കാൻ പോകണം. ആ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന ഒരു നുള്ള് ഉപ്പും കൂടെ അതിലേക്ക് ഇടുക. മിക്സിയുടെ ജാർ അടച്ച് മിക്സി നല്ല രീതിയിൽ പഞ്ചസാര പൊടിച്ച് കൊണ്ടുവരാം. പിന്നെ പൊടിക്കുമ്പോൾ നല്ല ഫൈൻ പൗഡറായി പൊടിക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ പഞ്ചസാരയെ ബേക്ക് ആയതിനു ശേഷം പഞ്ചസാര തരികൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായി കിട്ടും. അത് ഒരു ഭംഗി ഉണ്ടാവുകയില്ല. അതിനാൽ നല്ല രീതിയിൽ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. ഈ സമയത്ത് നമ്മൾക്ക് ഒന്നും കൂടെ ചോക്ലേറ്റും ബട്ടറും നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇപ്പോൾ അത് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നല്ല ഫ്ലോയിയായി വരും. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഈ പരുവത്തിൽ ആയപ്പോൾ നല്ല ചൂടുണ്ട്, നമ്മൾ വാങ്ങി വെച്ചതാണ്. ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ പൗഡർ ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒരു കട്ടിയുള്ള പരുവത്തിലേക്ക് മാറും. പക്ഷേ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് ബ്രൗണി ഉണ്ടാക്കിയെടുക്കാം. പേടിച്ച് പോകേണ്ട കാര്യമില്ല. പിന്നെ ചൂടുണ്ടെങ്കിലും സാരമില്ല. ഈ സമയത്ത് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായി വയ്ക്കാവുന്നതാണ്. ഞാൻ ഓവനെ 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യാനായി സെറ്റ് ചെയ്യുന്നത്. അത് ഓണാക്കി വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ആ ചോക്ലേറ്റും പഞ്ചസാരയും ബട്ടറും കൂടെയുള്ള മിശ്രിതം ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോഴും ചെറിയ ചൂടുണ്ടാവും, പേടിക്കേണ്ട. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. മുട്ടകൾ ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് സ്പാച്ചുലായോ വിസ്കോ യൂസ് ചെയ്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 2 രൂപയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഒരുപാടിട്ട് ഇളക്കി എയർ കയറ്റി അതിനെ പൊക്കി കേക്കിൻ്റെ പരുവത്തിലേക്ക് മാറ്റണ്ട. ഇതിലേക്ക് കൊക്കോ പൗഡറും മൈദയും ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. പതിയെ ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇതിന് ശേഷം നമ്മൾ ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന
ബേക്കിംഗ് ട്രേയിലേക്ക് അതിന് മുമ്പായിട്ട് ഒരു ടേബിൾ സ്പൂൺ വാനിലയുടെ എസൻസും കൂടെ ചേർത്ത് ഒന്നുകൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ഇതിനെ ഒഴിക്കാവുന്നതാണ്. നല്ല കുറുകിയ പരുവത്തിലുള്ള മിക്സ്ചർ നമുക്കിപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ 40 മിനിറ്റാണ് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെയും ഓവൻ്റെ ചൂടനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാവുന്നതാണ്. ഞാൻ സെയിൽ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ബ്രൗണിയുടെ പെർഫെക്റ്റ് റെസിപ്പിയാണിത്. ഇതേ മെഷർമെൻറ്റ് ഫോളോ ചെയ്താൽ പെർഫെക്റ്റായ ചൂയിയായ ചോക്ലേറ്റ് ബ്രൗണി നിങ്ങൾക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിനായി എടുക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണമെന്നും കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണമെന്നും മാത്രമേ ഉള്ളൂ. 40 മിനിറ്റുകൾക്ക് ശേഷം പെർഫെക്റ്റായ ചോക്ലേറ്റ് ബ്രൗണി നമുക്ക് കിട്ടുന്നതാണ്. ഞാനിത് സെയിൽ ചെയ്യാനായി ഉപയോഗിക്കുന്ന റെസിപ്പിയാണ്. പെർഫെക്റ്റാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്യാം. താങ്ക് യു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.